കേട്ടോ. സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന അവസ്ഥകളും ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിലുണ്ട്. ഒരു അതാണ്. ഉദാഹരണം മാത്രം പറയാം, ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. ഭർത്താവും ഉപ്പയും ഉമ്മയും രണ്ട് പെൺമക്കളും ബാക്കിയാകുന്ന കേസ് എടുക്കുക. അവിടെ ശ്രദ്ധിക്കുക. ഭർത്താവിന് 1/4 ആണ്, ഉപ്പക്ക് 1/6 ആണ്, ഉമ്മക്ക് 1/6 ആണ്. രണ്ട് പെൺമക്കൾക്ക് 2/6 വീതം ആണ് രണ്ട് പെൺമക്കൾക്കും കിട്ടുക. ഇതാണ് അവസ്ഥ. എന്താ ഇപ്പോൾ കണ്ടത്? ഭിന്നസംഖ്യ കൂട്ടാൻ അറിയാത്ത പടച്ചോൻ ഒരു സാധനം ഭാഗിക്കാൻ വേണ്ടി പറയുമ്പോൾ അതെങ്കിലും മര്യാദയ്ക്ക് പറയാൻ പടച്ചോൻ അറിയണ്ടേ? ഇതാണ് ഇതിലെ അവസ്ഥ. ഇത് ഇസ്ലാമിലെ ഒരു വലിയ പ്രശ്നമാണ്. ഇതിങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നും സ്വത്ത് ഭാഗിക്കുന്ന സമയത്ത് ഇത് കണക്കൊപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളുടെ പ്രശ്നം തീർക്കുന്ന പരിപാടിയാണ് ഇന്നിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പടച്ചോൻ കണക്ക് എഴുതി പഠിപ്പിച്ചപ്പോഴുള്ള പ്രശ്നമാണ്.